വെള്ളത്തിൻ്റെ കുറവും അതുപോലെ അമിതമായിട്ടുള്ള ജങ്ക് ഫുഡിൻ്റെ കാര്യം കൊണ്ടൊക്കെ വരുന്നൊരു അസുഖമാണിത്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് മരുന്നില്ല. നമ്മൾ ഫുഡൊക്കെ കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഇത് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു രോഗം തന്നെയാണ് ഈ ഒരു മലബന്ധം. അതിന് വേണ്ടിയിട്ടുള്ള ടിപ്സുകളും അതുപോലെ അതിന് വേണ്ടിയിട്ട് കഴിക്കേണ്ട ഫുഡ്സുകളുമാണ് ഇതിൽ കൂടെ പറയുന്നത്. അതുപോലെ ചില മരുന്നുകൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതുപോലെ തന്നെ വരാവും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു പരിഹാരമാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടെ ഉള്ളത്. ആദ്യം തന്നെ ആവശ്യത്തിന് വെള്ളം കുടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ കുടലിലെത്തുമ്പോൾ അത് മലമായിട്ട് രൂപപ്പെടുന്ന ടൈമിൽ ആവശ്യത്തിന് വെള്ളമില്ല എന്നുണ്ടെങ്കിൽ അതിങ്ങനെ കട്ടിയായി പോകും, ഡ്രൈ ആയി പോകും. അതുകൊണ്ടാണ് നമുക്ക് കൂടുതലും നമ്മൾ വെള്ളം കുടിക്കണം എന്ന് പറയുന്നത്. 25 കിലോ വെയിറ്റ് ഉള്ള ഒരു മനുഷ്യൻ 1 ലിറ്റർ വെള്ളം ദിവസവും കുടിച്ചിരിക്കണം മിനിമം. അപ്പോൾ ഒരു 75 കിലോ വെയിറ്റ് ഉള്ള മനുഷ്യനാണെന്നുണ്ടെങ്കിൽ ഒരു 3 ലിറ്റർ വെള്ളമെങ്കിലും മിനിമം അവർ ഒരു ദിവസം കുടിച്ചിരിക്കണം. അങ്ങനെ കുടിക്കാതെ വരുമ്പോഴാണ് നമുക്ക് ഈ കോൺസ്റ്റിപ്പേഷൻ മലബന്ധം വരുന്നത്. പിന്നെ അതേപോലെ തന്നെ ഈ ജങ്ക് ഫുഡുകളൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ മൈദയുടെ ഭക്ഷണങ്ങളൊക്കെ കഴിച്ചാൽ കുബൂസൊക്കെ കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുബൂസും റൊട്ടിയും ബ്രെഡും അതുപോലെയൊക്കെ ഈ പൊറാട്ടയൊക്കെ ഈ മൈദയുടെ കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫൈബർ ഒന്നും അടങ്ങാത്തതും അതുപോലെ ജങ്ക് ഫുഡും ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല തരത്തിൽ ശരീരത്തിന് ഈ ഒരു കോൺസ്റ്റിപ്പേഷൻ കൂടാൻ വേണ്ടിയിട്ട് സാധ്യത കൂടുതലാണ്. പരമാവധി പുറത്തുള്ള ഫാസ്റ്റ് ഫുഡൊക്കെ ഒഴിവാക്കാൻ നോക്കുക, മൈദയുടെ ഉൽപ്പന്നങ്ങൾ ഒഴിവാക്കാൻ നോക്കുക. അങ്ങനത്തെ ഫുഡ്സൊക്കെ പുറത്തുള്ളത് ഒഴിവാക്കി വീട്ടിലുള്ള നല്ല നല്ല ഫുഡ്സും അതേപോലെ ഇതൊക്കെ കഴിക്കുക. പിന്നെ അതേപോലെ എക്സസൈസ്, കുറച്ചെങ്കിലും എക്സസൈസ് ചെയ്യുക. ഒരു ഓട്ടോ ഒക്കെ ആയിട്ട് കുറച്ച് നേരമെങ്കിലും എക്സസൈസ് ചെയ്യുക. ഏകദേശം ഒരു 3/4 മണിക്കൂറെങ്കിലും ദിവസം ചെയ്യണം എക്സസൈസ്. എന്നാൽ നന്നായിട്ട് നമ്മളെ ഒരു വയറൊക്കെ ഇളകി നന്നായിട്ട് മോഷന് സഹായിക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നല്ല നല്ല പച്ചക്കറികൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കോൺസ്റ്റിപ്പേഷൻ മാറി കിട്ടും. ചീര, മുരിങ്ങ, അതുപോലെ ഇലക്കറി ഐറ്റംസ്, അതുപോലെയുള്ള വെള്ളമുള്ള പച്ചക്കറിയും ഫ്രൂട്ട്സൊക്കെ കഴിക്കാൻ നന്നായിട്ട് നോക്കുക. ഒരു ദിവസം ഏകദേശം ഒരു 30 ഗ്രാമെങ്കിലും പച്ചക്കറി നമ്മൾ ദിവസം ഫൈബർ അടങ്ങിയ പച്ചക്കറി ദിവസം കഴിച്ചിരിക്കണം എന്നാണ്. പിന്നെ ഓട്സ് ആയാലും അതുപോലെ ഈ ഒരു കടല പരിപ്പ് അങ്ങനത്തതൊക്കെ നല്ലതാണ്. പഴുക്കാത്ത പഴം, ചെറിയൊരു പഴുപ്പുള്ള ആ ഒരു പഴം കഴിക്കുന്നതും വളരെയധികം നല്ലതാണ്. പിന്നെ അതേപോലെ തന്നെ ജീരകം ഇട്ട് തിളപ്പിച്ച വെള്ളം നമ്മൾ രാവിലെ വെറും വയറ്റിൽ ചെറു ചൂടോടെ കുടിക്കുന്നത് വളരെയധികം ഗുണങ്ങളുള്ളതാണ്. നമുക്ക് കോൺസ്റ്റിപ്പേഷൻ മാറി കിട്ടുവാനും വളരെയധികം സഹായപ്രദവുമാണ്. ബീട്രൂട്ടും അതുപോലെ തന്നെ ക്യാരറ്റും കൂടി മിക്സ് ചെയ്ത് ജ്യൂസ് അടിച്ചിട്ട് കുടിക്കുന്നത് വളരെയധികം നല്ലതാണ്. ഒരു നല്ലൊരു പ്രതിവിധിയാണ് ഈ ഒരു ഡെയിലി ഇതുപോലെ കുടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. നല്ല തരത്തിൽ ഫൈബർ അടങ്ങിയതുകൊണ്ട് തന്നെ ശരീരത്തിന് വളരെ നല്ലതാണ്. അതിൽ ഷുഗർ ഒന്നും ആഡ് ചെയ്യാതെ തന്നെയാണ് കുടിക്കേണ്ടത്. അപ്പോൾ ഒന്നും ആഡ് ചെയ്തിട്ട് കുടിക്കരുത്. പിന്നെ നമ്മൾ ഈ ഒരു തിളപ്പിച്ചാറ്റി ചെറു ചൂടുള്ള ഒരു പാലിലേക്ക് 1 ടീസ്പൂണ് ആവണക്കെണ്ണ, ഏകദേശം ഒരു ശരാശരി മനുഷ്യന് കഴിക്കാൻ പറ്റുന്ന അളവ് ആവണക്കെണ്ണ 5 ml മുതൽ 20 ml വരെ നമുക്ക് കഴിക്കാം. ഏറ്റവും കുറഞ്ഞ ml ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതൊരു 5 മുതൽ 6 ml വരെയാണ് നമുക്ക് ഈ ഒരു പാലിലേക്ക് ഒഴിച്ചിട്ട് വെറും വയറ്റിൽ രാവിലെ ഇത് കുടിക്കണം. എന്തായാലും നന്നായിട്ട് വയറ് ക്ലീൻ ചെയ്യാൻ സഹായിക്കും. അതുപോലെ തന്നെ മലബന്ധം ഉള്ളവർക്കും മാറി കിട്ടുവാനും, അതുപോലെ മലം കെട്ടിക്കിടക്കുന്നത്, പണ്ട് മുതലുള്ള മലമൊക്കെ കെട്ടിക്കിടക്കുന്നതെന്നുണ്ടെങ്കിൽ 1 മാസത്തിൽ ഒരിക്കൽ ഇതുപോലെ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് വളരെയധികം നല്ല ഉപകാരമാണ്. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ഒന്ന് കണ്ടു നോക്കുക, നിങ്ങൾക്കും അത് ഉപകാരപ്പെടും. പിന്നെ ഉള്ള ഒന്നാണ് ഉണക്കമുന്തിരി. നമ്മളെല്ലാവരുടെ വീട്ടിലുണ്ടാവും ഉണക്കമുന്തിരി. ഈ കറുത്ത കളറുള്ള ഈ ഉണക്കമുന്തിരിയാണ് ഏറ്റവും നല്ലത്. കുട്ടികൾക്കായാലും വലിയവർക്കായിട്ടുണ്ടെങ്കിലും ഒരു പിടി ഉണക്കമുന്തിരി തലേന്ന് രാത്രി 1 ഗ്ലാസ് വെള്ളത്തിൽ ഇതുപോലെ ഒന്ന് സോക്ക് ചെയ്ത് കുതിർത്തി വെക്കാം. കുതിർത്തി വെച്ചിട്ട് നമുക്ക് പിറ്റേ ദിവസം രാവിലെ വെറും വയറ്റിൽ ഈ ഒരു വെള്ളം കുടിക്കുക. നന്നായിട്ട് മുന്തിരിയൊക്കെ സോക്കായി വന്നിട്ടുണ്ടാവും. നന്നായിട്ട് കൈകൊണ്ടൊന്ന് തിരുമ്പിയിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ആ വെള്ളം ഒന്ന് കുട്ടികൾക്കായാലും വലിയവർക്കായാലും കുടിക്കുന്നത് വളരെ നല്ലതാണ്. രക്തം ഉണ്ടാവാനും അതുപോലെ തന്നെ ഈ ഒരു മലബന്ധം മാറി കിട്ടുവാനും ഒക്കെ വളരെയധികം നല്ലൊരു ഉപകാരപ്രദമായിട്ടുള്ള ഒരു മരുന്നാണ്, ടിപ്പാണിത്. കുട്ടികൾക്കായാലും ചെറിയ കുട്ടികൾക്ക് മുതൽ വലിയവർക്ക് വരെ കഴിക്കാൻ പറ്റും. അടുത്തത്, നമ്മളെല്ലാവരുടെ വീട്ടിലും തേങ്ങ ഉണ്ടാവും. ഈ തേങ്ങാ വെള്ളം വെറും വയറ്റിൽ കാലത്ത് രാവിലെ വെറും വയറ്റിൽ കുടിക്കുക. അതുപോലെ ഇളനീരിൻ്റെ വെള്ളം കുടിക്കുക. അങ്ങനെ ഈ കുറച്ച് ദിവസങ്ങൾ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഒരു മലബന്ധം മാറി കിട്ടുന്നതാണ് പൂർണ്ണമായിട്ടും.
അടുത്തത് നല്ലൊരു ടിപ്പാണ്. അത് ഈ ഒരു ചൂടുവെള്ളം, ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിലേക്ക് ഈ ഒരു ചെറുനാരങ്ങയുടെ നീര് നമുക്കൊരു 3 സ്പൂണോ അല്ലെങ്കിൽ 2 സ്പൂണോ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം രാവിലെ വെറും വയറ്റിൽ ഇത് കുടിക്കുക. അങ്ങനെ ഒരു 7 ദിവസമോ അല്ലെങ്കിൽ 14 ദിവസമോ നമ്മൾ അടുപ്പിച്ചിട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ഈ ഒരു കോൺസ്റ്റിപ്പേഷൻ, ഈ ഒരു മലബന്ധം എന്നുള്ളത് 7 മുതൽ 14 ദിവസം കൊണ്ട് നമുക്കിത് പൂർണ്ണമായിട്ടും മാറിക്കിട്ടും. ഇതിൽ വിറ്റാമിൻ സി, ഫൈബർ ഒക്കെ നന്നായിട്ട് അടങ്ങിയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു മലബന്ധത്തിൻ്റെ ബുദ്ധിമുട്ടൊക്കെ മാറിക്കിട്ടാൻ വളരെയധികം ഉപകാരപ്രദമാണ്. അടുത്തത് ഈ ഒരു കറ്റാർവാഴ. ഈ കറ്റാർവാഴൻ്റെ ഈ ഒരു തണ്ട് മുറിച്ചിട്ട് അതിൻ്റെ കറൊക്കെ ഒഴിവാക്കുക. മഞ്ഞ കളറിൽ വരുന്ന കറ ഒഴിവാക്കിയതിന് ശേഷം അതിൻ്റെ ജെല്ല് മാത്രം എടുത്തിട്ട് ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് കഴിക്കുക. വളരെ നല്ലൊരു മരുന്നാണിത്. പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു അസുഖം മാറി കിട്ടുന്നതാണ് കോൺസ്റ്റിപ്പേഷന്. പിന്നെ ഉള്ളതാണ് നെല്ലിക്കയും കടുക്കയും കൂടി ഇവ രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് പൊടിച്ചിട്ട് തിളപ്പിക്കുക. ആ വെള്ളം കുടിക്കുന്നത് വളരെയധികം നല്ലതാണ്. നമുക്ക് മരുന്ന് കടയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടും കിട്ടുന്നതാണ്. പിന്നെ ഉള്ളത് തൈരാണ്. ഈ തൈര് ഒരു ഗ്ലാസ് എടുക്കാം. അതിലേക്ക് 1 ടീസ്പൂണ് ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതേപോലെ ടീസ്പൂണ് മുതൽ 1/2 ടീസ്പൂണ് വരെ നമുക്ക് കുരുമുളക് പൊടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് ഡെയിലി കഴിക്കാൻ നോക്കണം. 2-3 തവണയായിട്ട് കഴിക്കുക. പിന്നെ ഉള്ളത് ആപ്പിളാണ്. ആപ്പിൾ നല്ലൊരു മരുന്നാണ്. നല്ലോണം ഫൈബർ അടങ്ങിയതുകൊണ്ട് തന്നെ, നാരുകളുള്ളത് കൊണ്ട് തന്നെ നമ്മളെ ശരീരത്തിൽ നന്നായിട്ട് ഈ ഒരു മലം ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുകയും അതുപോലെ തന്നെ നമുക്ക് ഈ ബുദ്ധിമുട്ടൊക്കെ മാറി കിട്ടാനും സഹായിക്കും. അതുപോലെ തന്നെ ഈ ഒരു ഉലുവ കുതിർത്തിയ വെള്ളം നമുക്ക് തലേന്ന് രാത്രി കുതിർത്തി വെച്ച ഉലുവ, 1 സ്പൂണോളം ഉലുവ കുതിർത്തി വെച്ചിട്ട് അത് പിറ്റേന്ന് രാവിലെ നമുക്ക് 1 ഗ്ലാസ് വെള്ളത്തിൽ ചൂടോടെ കുടിക്കുന്നത് വളരെയധികം നല്ലതാണ് മാറി കിട്ടുവാൻ വേണ്ടിയിട്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, വളരെയധികം ശ്രദ്ധിക്കണം. വിട്ടുമാറാത്ത മലബന്ധം വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഡോക്ടറെ കാണിക്കണം. ചില അസുഖങ്ങൾ, ക്യാൻസർ പോലുള്ള വലിയ വലിയ അസുഖങ്ങൾ വരുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ശരീരം കാണിക്കും ഈ വിട്ടുമാറാതെ നിൽക്കുന്ന മലബന്ധം. പിന്നെ അതേപോലെ നമുക്ക് ഓക്കാനം വരും. അതുപോലെ വിശപ്പ് തീരെ ഉണ്ടാവില്ല, ഭക്ഷണത്തിനോടുള്ള വിരക്തി, അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ പ്രത്യേകം തന്നെ വേഗം ഡോക്ടറെ കാണിക്കണം. ഇത് എന്താന്നുള്ളത് നമ്മൾ എന്തായാലും ഒന്ന് ചെക്ക് ചെയ്യണം. പിന്നെ ഈ പറഞ്ഞിട്ടുള്ള മരുന്നുകളെല്ലാം മാറിയും തിരിഞ്ഞിട്ടൊക്കെ 1 മാസം അല്ലെങ്കിൽ 2 മാസം നിങ്ങൾ ഡെയിലി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളെ ഈ ഒരു കോൺസ്റ്റിപ്പേഷൻ എന്നുള്ളൊരു അസുഖം പറ്റേ മാറി കിട്ടണതാണ്. പിന്നെ ഈ പറഞ്ഞ ഫുഡും വെള്ളവും ഒക്കെ നന്നായിട്ട് കുടിച്ച് കൺട്രോൾ ചെയ്യുക. അപ്പോൾ നിങ്ങളെ ഈ ഒരു അസുഖം പാടെ മാറി കിട്ടും. മരുന്ന് ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾക്ക് മലം പോകുന്നതെന്നുണ്ടെങ്കിൽ അത് ശരീരത്തിന് അത്ര നല്ലതല്ല. അതൊന്നും മാറ്റി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനി വീണ്ടും കാണാം.